ഹായ്, ചെറിയൊരു ഉച്ചയൂണ് കാണാം കേട്ടോ. ഉച്ചയൂണിനായിട്ട് തോരൻ വയ്ക്കാൻ വേണ്ടിയിട്ട് ചെറുപയർ വേവിക്കാൻ വെച്ചിരിക്കുക കേട്ടോ. പിന്നെ ചെറുപയറും ചീരയും കൂടി കേട്ടോ ഉപ്പേരി വയ്ക്കുന്നത്. ചെറുപയറിൻ്റെ കൂടെ ചീരയും കൂടി ഇട്ടാൽ നല്ല ടേസ്റ്റ് കേട്ടോ. ചീര കഴിഞ്ഞ് കേട്ടോ, രണ്ട് മൂന്ന് ദിവസമായി വാങ്ങിയിട്ട് കേട്ടോ. ഇന്നലെ വെച്ചു, ഇന്നും കൂടി ഉണ്ട് കുറച്ച്, അവിടെ കഴിഞ്ഞു. ചെറുപയർ നല്ല വെന്തുണ്ട് കേട്ടോ. ചെറുപയറിൻ്റെ കൂടെ ചീര വെച്ചാൽ നല്ല ടേസ്റ്റ് ആട്ടോ ഒക്കെ വയ്ക്കാൻ. ശരിക്കും ചെറിയ ഉള്ളി ആട്ടോ ഇടണ്ട. ചെറിയ ഉള്ളി ഇടുന്നതിന് ചെറിയ ഉള്ളി ഇല്ല എൻ്റെ അടുത്ത്. അപ്പോൾ ഞാൻ സവാള അരിഞ്ഞു കൂട്ടിരിക്കുക കേട്ടോ. ഇന്നലെ മിനിഞ്ഞാന്ന് വാങ്ങിയതാട്ടോ ചീര, കഴിഞ്ഞു. 20 രൂപയ്ക്ക് വാങ്ങിയാൽ 3 ദിവസം വയ്ക്കാം കേട്ടോ. എനിക്ക് മാത്രമല്ലേ വേണ്ടുള്ളൂ, ഏട്ടന് വേണ്ടല്ലോ. ഏട്ടൻ അവിടെ നിന്ന് കഴിക്കുമോ, പിന്നെ എനിക്ക് മാത്രമായിട്ടല്ലേ വെക്കണ്ടോ, അപ്പോൾ കുറച്ചല്ലേ വെക്കണ്ടോ. പിന്നെ ഉച്ചയ്ക്ക് കപ്പ കേട്ടോ. രാവിലെ നല്ല കപ്പ കിട്ടി. ഇപ്പോൾ ഈ മഴ സമയത്തേ, ഇപ്പോൾ രാവിലെ പറിച്ചു കൊടുന്ന് വെച്ചതാണെന്ന് തോന്നുന്നുണ്ട്. നല്ല കപ്പയായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്ന് കഴുകി പാത്രത്തിലാക്കി. അപ്പോഴേക്ക് ചീര ഏകദേശം ആയിട്ട് ലേശം വെളിച്ചെണ്ണ ഒഴിച്ചടച്ച് വെച്ചു. കപ്പ വേവിക്കാൻ വേണ്ടിയിട്ട് അതിലേക്ക് ഒരു പച്ചമുളക് ഇട്ടു, കുറച്ച് ഉപ്പിട്ടിട്ട് വേവിക്കാൻ വയ്ക്കാം കേട്ടോ. മൂന്ന് വിസിലടിക്കുന്നുണ്ട് കേട്ടോ. 3 വിസിലടിക്കുന്നുണ്ട്. ഞാൻ തുറക്കാറാകുമ്പോഴേക്ക് കുറച്ച് തേങ്ങ അരച്ച് വയ്ക്കാം കേട്ടോ. തുറന്ന് നോക്കാം. അത്യാവശ്യം വെന്തുണ്ട് കേട്ടോ, നല്ല വെന്തുണ്ട് കേട്ടോ. നല്ല വെവ്വണ കപ്പയായിരുന്നു, നല്ലോണം വെന്തുണ്ട് കേട്ടോ. ഇതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. തേങ്ങയും ജീരകവും പച്ചമുളകും ഇഞ്ചിയൊക്കെ കൂട്ടി അരച്ചതാട്ടോ. ഇനി നല്ലോണം വേവിച്ചെടുക്കാം കേട്ടോ. ഇത് രാത്രി ഇഡ്ഡലിക്കും കൂടി ആവുമല്ലോ വിചാരിച്ചിട്ടാണ് ഞാൻ. ഇന്ന് രാത്രി ഇഡ്ഡലിയാണ്, അപ്പോൾ അതിലേക്കും കൂടി കറി ആയല്ലോ വിചാരിച്ചിട്ടാണ്. ഇനി ഒന്ന് വറുത്തിട്ട് കൊടുക്കാം കേട്ടോ. ചെറിയ ഉള്ളി കേട്ടോ ഇതിലേക്ക് വേണ്ടത്. പക്ഷേ ഞാൻ സവാളയാണ് അരിഞ്ഞ് വെച്ചിരിക്കുന്നത്. ചെറിയ ഉള്ളി അങ്ങനെ വാങ്ങാറില്ല കേട്ടോ. എപ്പോഴെങ്കിലും വാങ്ങിയിട്ടുണ്ടെങ്കിൽ തന്നെ അത് കുറച്ച് ദിവസമൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ അധികം സവാള ആയിട്ട് വാങ്ങാറ്. വറുത്തിട്ട് കൊടുക്കാം കേട്ടോ. കുക്കറിൽ തന്നെയാണ് വെച്ചത്. ഞാൻ ചീനച്ചട്ടിയിലേക്ക് മാറ്റണം എന്ന് വിചാരിച്ചു, പക്ഷേ അതിൽ തന്നെ കുറച്ച് നേരം അടച്ചു വെച്ചിട്ട് ഞാനത് ചീനച്ചട്ടിയിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. കാരണം എന്താണെന്നറിയോ, അതിലാവുമ്പോൾ നേരെ പോലെ കാണാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാൻ ഇതിലേക്കാവുമ്പോൾ ഇനി നേരെ പോലെ അടച്ചു വയ്ക്കുകയും ചെയ്യാം എന്ന് വിചാരിച്ച് ഇതിലേക്ക്. ഇതാണ് കേട്ടോ ഇന്നത്തെ ഉച്ചയൂണ്. കപ്പയും ചെറുപയറും ചോറിന്, ഉച്ചയ്ക്ക് ചോറിന് കേട്ടോ. വൈകുന്നേരം ഇഡ്ഡലിക്കും ഇത് തന്നെയാണ് കേട്ടോ. അപ്പോൾ ശരി കേട്ടോ.